മാതാവിനും ഈശോയ്ക്ക് 1000 നന്ദി. എൻ്റെ പേര് റിയ. ഞാൻ കാനഡയിൽ നിന്ന് വരുന്നു. എൻ്റെ വീട് തൃശ്ശൂരാണ്. ഞാൻ 2022 ഫെബ്രുവരി മാസത്തിലാണ് ആദ്യമായി കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കാൻ ഒത്തിരി ആവശ്യങ്ങളുണ്ടായിരുന്നു. അതിനുപരി നല്ലൊരു ക്രിസ്തീയ ജീവിതം കൂടി നയിക്കാം എന്നൊരാഗ്രഹത്താൽ തന്നെയാണ് ഉടമ്പടി എടുക്കാൻ വന്നത്. ഞാൻ സൗദിയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യായിരുന്നു. അവിടെ നിന്ന് കാനഡ എന്നൊരു രാജ്യത്തിലോട്ട് പോകാനായിട്ടുള്ള ഭയങ്കര ആഗ്രഹത്തോടുകൂടിയാണ് ഞാൻ അവിടെ നിന്ന് നിർത്തി വരുന്നത്. ഞാൻ 10 വർഷമായിട്ട് കാനഡയ്ക്ക് പോകാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി 4 തവണ IELTS എഴുതുകയും അതിനുള്ള ആവശ്യമായ സ്കോർ ലഭിക്കാതെയും പല സ്ഥലത്ത് ഏജൻസിയിൽ പൈസ കൊടുക്കുകയും പൈസ പോവുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇവിടെ വന്ന് ജോസഫസിനെ കണ്ട് പ്രാർത്ഥിക്കുകയും അനുഗ്രഹത്താൽ IELTS പരീക്ഷ എഴുതുകയും സ്റ്റുഡൻറ്റ് വിസയിൽ ഞാൻ കാനഡയിലേക്ക് പോവുകയും ചെയ്തു. അതിനു മുമ്പ് IELTS പരീക്ഷ എഴുതിയ സമയത്ത് എനിക്ക് 2 മൊഡ്യൂളിൽ ആവശ്യമായ സ്കോർ ലഭിച്ചിരുന്നില്ല. അങ്ങനെ അത് റിവാലുവേഷന് കൊടുക്കാൻ എൻ്റെ മനസ്സിൽ മാതാവ് പറയുകയും 2 സബ്ജക്റ്റും റിവാലുവേഷന് കൊടുക്കുകയും 2 സബ്ജക്റ്റിന് റിവാലുവേഷന് കൊടുത്ത് ആവശ്യമായ സ്കോർ ഒരിക്കലും IELTSൽ തൻ്റെ ചരിത്രത്തിൽ തന്നെ ഉണ്ടാവില്ല 2 സബ്ജക്റ്റിന് ഒരുപോലെ സ്കോർ ലഭിക്കുന്നത്. അതിന് ആവശ്യമായ സ്കോർ ലഭിക്കുകയും 1 മാസത്തിൽ തന്നെ വിസ ലഭിക്കുകയും ചെയ്തു. അങ്ങനെ ഞാൻ ഡിസംബർ 26 തീയതി 2022 കാനഡയിലേക്ക് പോവുകയും 2 മാസത്തിനുള്ളിൽ ഹസ്ബൻഡും മൂത്ത മകനും കാനഡയിൽ എത്തുകയും ചെയ്തു. അങ്ങനെ 1 വർഷത്തെ സ്റ്റുഡൻറ്റ് വിസയിലാണ് ഞാൻ അവിടെ പോകുകയും ആ സ്റ്റുഡൻറ്റ് വിസ തീരുന്നതിന് മുൻപ് രജിസ്റ്റേർഡ് നേഴ്സിൻ്റെ ലൈസൻസ് പരീക്ഷ ആവശ്യമായിട്ട് കാനഡയിൽ വർക്ക് ചെയ്യാനായിട്ട്. അതില്ലാതെ ടെമ്പററി ലൈസൻസിൽ ഞാൻ അവിടുത്തെ ഒരു ഹോസ്പിറ്റലിൽ RN നേഴ്സായിട്ട് ജോലി ചെയ്യുകയും അതിനനുബന്ധിച്ച് ഞാൻ അതിനോട് PR സബ്മിറ്റ് ചെയ്യുകയും പെർമനൻറ്റ് റെസിഡൻസി സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ 1 വർഷത്തിനുള്ളിൽ തന്നെ എൻ്റെ വർക്ക് പെർമിറ്റ് തീരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് PR-ൻ്റെ ആപ്ലിക്കേഷൻ എല്ലാം ശരിയാവുകയും PR-ൻ്റെ അപ്രൂവൽ ലഭിക്കുകയും ചെയ്യും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മനസ്സിൽ എപ്പോഴും രണ്ടാമതൊരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹം ഉണ്ടായിരുന്നു. ആദ്യം ഉടമ്പടി എടുത്തപ്പോൾ തന്നെ ആ ഒരു ആഗ്രഹം ആദ്യമായി തന്നെ വെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കി എല്ലാ കാര്യങ്ങളും അതിന് നടക്കുകയും ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു കാര്യം മാത്രം തടസ്സമായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എപ്പോഴും അടിവയറ്റിൽ ഇവിടുത്തെ തൈലം പൂശി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഞാൻ അമ്മയോട് ഈ ആവശ്യം പറയുകയും അമ്മ ഇവിടെ വന്ന് എനിക്ക് വേണ്ടിയും ഉടമ്പടി എടുത്തു. അങ്ങനെ എടുത്ത് 2ാമത്തെ തവണ, അതായത് ആദ്യത്തെ ഉടമ്പടി പുതുക്കാനായിട്ട് വരുന്ന സമയത്താണ് ഞാൻ കാനഡയിൽ അന്ന് ആ സമയം വൈകുന്നേരമാണ്. ഇവിടെ രാവിലെ 3 മണി 4 മണി സമയമായിരുന്നു. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ UPT ടെസ്റ്റ് പോസിറ്റീവാണ്, അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, വേറെ ഒരു കാര്യത്തെക്കുറിച്ച് ഒന്നും അറിയില്ല, സ്കാനിങ് ഒന്നും കഴിഞ്ഞിട്ടില്ല എന്ന് വെച്ചാൽ എനിക്ക് 4 തവണ അബോർഷൻ ആയിട്ടുണ്ടായിരുന്നു. മൂത്തവന് ഡെലിവറിക്ക് ശേഷം 4 തവണ കൺസീവ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് അബോർഷനായി. ഞാൻ 3 പ്രാവശ്യം IUI ചെയ്തിരുന്നു. ഇവിടുത്തെ ഒരു പ്രശസ്തമായ ഹോസ്പിറ്റലിൽ തന്നെയാണ് ചെയ്തത്. പക്ഷേ അതൊന്നും എനിക്ക് അതിലൂടെ കുഞ്ഞിനെ ലഭിച്ചിരുന്നില്ല. അങ്ങനെ സ്കാനിങ് കഴിഞ്ഞപ്പോൾ ആദ്യത്തെ സ്കാനിങ് പറഞ്ഞു കുഞ്ഞുമാവിക്ക് ഹെൽത്തിയാണ്, കുഴപ്പമൊന്നുമില്ല എന്ന്. അങ്ങനെ അവിടുത്തെ ഇത് പ്രകാരം 3-ാം മാസം NT സ്കാൻ എന്ന് പറഞ്ഞൊരു സ്കാനുണ്ട്. അതിപ്പോൾ എല്ലാ പ്രഗ്നൻ്റ് ആയ ലേഡീസും ചെയ്യുന്നതാണ്. അങ്ങനെ ആ സ്കാൻ ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞു ഡൗൺ സിൻഡ്രോം ട്രൈസോമി 21 എന്ന് പറഞ്ഞൊരു ജനറ്റിക് ഫാക്ടർ നിങ്ങൾക്ക് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഡൗൺ സിൻഡ്രോമത്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളും കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൺഫർമേഷനായിട്ട് NIPT എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. അത് ഒരു 99.6% എന്തോ പോസിറ്റീവ് ആയിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അത് ചെയ്യാൻ പോയി. ചെയ്യുന്ന സമയത്തെല്ലാം ഞാൻ എപ്പോഴും കൃപാസനത്തിലെ പ്രാർത്ഥനയും എണ്ണയും എല്ലാം തേച്ചിട്ടാണ് ഞാൻ ടെസ്റ്റിന് പോയത്. ഫസ്റ്റത്തെ ടെസ്റ്റ് ഇൻകൺക്ലൂസീവ് എന്ന് പറഞ്ഞ റിസൾട്ടാണ് വന്നത്. അത് അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് അത് റിസൾട്ട് ബ്ലഡിൻ്റെ എന്തെങ്കിലും അബ്നോർമാലിറ്റി കൊണ്ടായിരിക്കും ഇൻകൺക്ലൂസീവ് വന്നത്, റിപ്പീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ റിപ്പീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, ഇതെനിക്ക് മാതാവ് തന്ന കുഞ്ഞാണ്, ഞങ്ങൾക്ക് ഇനി റിപ്പീറ്റൊന്നും ചെയ്യേണ്ട. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ ഡോക്ടർ പറഞ്ഞു ടെർമിനേഷൻ, പുറത്തുള്ള രാജ്യത്ത് ഇങ്ങനെയുള്ള കുട്ടികളെ വളർത്തുന്നതിനോടും അബോർഷൻ അവിടെ ഒരു ലീഗലായി പ്രൊസീജിയർ ആയതുകൊണ്ടും അവർ പറഞ്ഞു ടെർമിനേഷനെ കുറിച്ച് സംസാരിക്കാം, ജനറ്റിക് കൗൺസിലിന് റെഫർ ചെയ്തു. അപ്പോൾ ജനറ്റിക് കൗൺസിലിനോട് ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഈ കുഞ്ഞിനെ മാതാവ് തന്നതാണ്, ഞങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല, ഏത് രീതിയിലായാലും ഞങ്ങൾ അതിനെ സ്വീകരിക്കാൻ തയ്യാറാണ്, ഞങ്ങൾക്ക് ഇനി ഒരു ടെസ്റ്റും വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്നും കുഞ്ഞുമാവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അതിന് ബൈബിൾ വായിക്കുകയും ബൈബിൾ എഴുതുവാനും തുടങ്ങി. പുതിയ നിയമത്തിലെ സുവിശേഷങ്ങൾ 4 സുവിശേഷങ്ങൾ ഞാൻ ഈ ഗർഭകാലത്ത് മൊത്തം എഴുതി തീർക്കുകയും എല്ലാ ദിവസം
5:30 പ്രാർത്ഥിക്കുകയും അടിവയറ്റിൽ തൈലം പൂശുകയും ഉപ്പ് തരിയായിട്ട് കഴിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ കഴിഞ്ഞ ഈ മെയ് 24 2025 മെയ് 24 നല്ലൊരു ആരോഗ്യമുള്ള ഒരു പെൺകുഞ്ഞിനെ തന്ന് ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. ദൈവം തന്ന ഒരുപാട് അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ചെറുതും വലുതുമായി ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ചിട്ടുണ്ട്. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും ഞാനിതിൽ നന്ദി പറയുന്നു. മാതാവിനോട് ഒത്തിരി നന്ദി പറയുന്നു. ഞാൻ ഇപ്പോൾ ഇവിടെ വന്നിരുന്നപ്പോൾ പറയായിരുന്നു, 2022 ഫെബ്രുവരി മാസത്തിൽ ഞാനിവിടെ കണ്ണീരോടുകൂടിയാണ് വന്നത്. ഇന്നിപ്പോൾ ഞാൻ സന്തോഷത്തോടുകൂടിയാണ് നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങളുടെ കണ്ണീരുകൾ എല്ലാം മാതാവ് കാണുന്നുണ്ട്. അതെല്ലാം ഒരു ദിവസം എന്തായാലും ഈശോയുടെ പക്കലെത്തും. ആ കണ്ണീരിന് എന്തായാലും വിലയുണ്ടാവും. അപ്പം നിങ്ങൾ ധൈര്യപൂർവ്വം എല്ലാവരും ഈ മാതാവിൻ്റെ മധ്യസ്ഥത്താൽ ഈശോയോട് മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുക. ഞങ്ങൾക്ക് ഈ അനുഗ്രഹം ലഭിച്ച നേടിത്തന്ന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. കാരുണ്യ പ്രവർത്തനമായിട്ട് ഞങ്ങൾ കാനഡയിലായതുകൊണ്ട് ഞങ്ങൾ അവിടെ ഒരു കാരുണ്യ പ്രവർത്തനം ചെയ്യാറില്ല. നാട്ടിലേക്ക് പൈസ അയച്ചു കൊടുത്തിട്ട് അമ്മ വഴിയാണ് ചെയ്യാറുള്ളത്. അമ്മ എല്ലാ 3 മാസം കൂടുമ്പോൾ ഇവിടെ വന്ന് പത്രം വായിക്കുകയും എല്ലാം അമ്മയുടെ ഉടമ്പടി പ്രകാരം ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഞാനും ഇവിടെ അമ്മയ്ക്ക് ആവശ്യമായ കാരുണ്യ പ്രവൃത്തിക്ക് ആവശ്യമായ എക്സ്ട്രാ പൈസയും കാര്യങ്ങളെല്ലാം ഞാൻ അയച്ചു കൊടുത്ത് ക്യാൻസർ രോഗികളെ ശുശ്രൂഷിക്കാനായിട്ട് അമ്മ പോവാറുണ്ട്. അതിനാവശ്യമായ പൈസയും കാര്യങ്ങളെല്ലാം അമ്മ പറയുമ്പോൾ ഞാൻ പൈസ അയച്ചു കൊടുക്കാറുണ്ട്. പിന്നെ പഠിക്കാൻ ആവശ്യമായി വിദ്യാഭ്യാസ സഹായം ഞാൻ നൽകാറുണ്ട്. പിന്നെ പത്രം അമ്മ എനിക്ക് ചില സമയത്ത് ഞാൻ ഓരോ കാര്യങ്ങൾ ഇവിടെ നിന്ന് അയക്കാൻ പറയുമ്പോൾ അമ്മ പത്രം എനിക്ക് ഇവിടെ നിന്ന് അയച്ചു തരാറുണ്ട്. എല്ലാത്തിനും ഈശോയോട് ഒരുപാട് നന്ദി പറയുന്നു. സങ്കീർത്തനങ്ങൾ 18:6 കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, എൻ്റെ ദൈവത്തോട് ഞാൻ സഹായത്തിനായി നിലവിളിച്ചു. അവിടുന്ന് തൻ്റെ ആലയത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു, എൻ്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി. റിയ ആൻ്റണി എന്ന ഈ സഹോദരി കുടുംബത്തോടൊപ്പം ചേർന്ന് പരിശുദ്ധമ്മ വഴി ഈശോ നൽകിയ വലിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുകയാണ്. 2 സാക്ഷ്യങ്ങളാണ് സഹോദരി പങ്കുവച്ചത്. 2ഉം സമയച്ചുരുക്കത്തിൻ്റെ സാക്ഷ്യങ്ങളാണ് സഹോദരി പങ്കുവച്ചത്. ആദ്യത്തേത് സൗദിയിൽ ജോലി ചെയ്യുമ്പോൾ കാനഡയിലേക്ക് പോകുവാൻ വേണ്ടി 10 വർഷമായി മകൾ പരിശ്രമിക്കുന്നുണ്ട്. പലതവണ IELTS പരീക്ഷ എഴുതുന്നുണ്ട്. പലതവണ ഏജൻസികൾക്ക് പൈസ കൊടുക്കുന്നുണ്ട്. അതെല്ലാം വിഫലമാവുകയും സാമ്പത്തികമായ നഷ്ടങ്ങളാവുകയും യാതൊരു വഴിയും തുറക്കാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. സഹോദരി പറയുന്നുണ്ട്, ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം IELTSൻ്റെ പരീക്ഷ എഴുതുമ്പോൾ 2 മൊഡ്യൂൾ കിട്ടി. 2 മൊഡ്യൂളിന് വേണ്ടത്ര സ്കോറില്ലായിരുന്നു. അതിൽ അമ്മ മാതാവ് നൽകിയ ശക്തമായൊരു പ്രചോദനമാണ് അത് റിവാലുവേഷന് കൊടുക്കണമെന്നത്. ആരും അന്ന് വരെ പറഞ്ഞ് കേട്ടിട്ടില്ല 2 മൊഡ്യൂൾ റിവാലുവേറ്റ് ചെയ്താൽ ഒരേപോലെ മികച്ച മാർക്കോട് കൂടി അത് പുറത്തു പോകുവാനുള്ള വഴി തുറന്നു കിട്ടുമെന്ന്. എങ്കിലും അത് ഉടമ്പടിയിലുള്ള വിശ്വാസം, അമ്മ മാതാവ് നൽകുന്ന സന്ദേശത്തിലുള്ള ഒരു ഉറപ്പ്, അമ്മയിൽ ആശ്രയിച്ചുള്ളൊരു പരിശ്രമം, അമ്മ ഫലമണിയിക്കും എന്ന പ്രത്യാശ, അതാണ് സഹോദരിയെ കൊണ്ട് ആ റിവാലുവേഷന് വേണ്ടി മുന്നോട്ട് പോകുവാനും IELTS നല്ല സ്കോറോടുകൂടി ലഭിക്കുന്നതിന് കാരണമാവുകയും ചെയ്യുന്നത്. പിന്നീട് കാനഡയിൽ പോകുന്ന കാര്യം പറഞ്ഞു. ഓരോ കാര്യവും അമ്മ മാതാവ് വേഗത്തിൽ നിവർത്തിച്ചു കൊടുത്തു. സമയച്ചുരുക്കത്തിൽ കുടുംബം ഒരുമിച്ച് കാനഡയിൽ ചെന്ന് പഠിക്കുവാനും ജോലിയെടുക്കുവാനുമുള്ള സാധ്യതകൾ, വേണ്ട എക്സാംസൊക്കെ പാസ്സാകുന്നുള്ള വഴികൾ അമ്മ മാതാവ് തുറന്നു കൊടുത്തു. 10 വർഷത്തെ വലിയൊരു പരിശ്രമം അമ്മ മാതാവിൻ്റെ അരികിൽ ഉടമ്പടി എടുത്ത് കേവലം 1 വർഷത്തിൽ താഴെ 2-3 തവണ ഉടമ്പടി പുതുക്കുമ്പോൾ തന്നെ കുടുംബം കാനഡയിലെത്തും വിധം അമ്മ മാതാവ് എല്ലാം ക്രമീകരിച്ചു കൊടുത്തു. അതോടൊപ്പം അതിനു മുമ്പ് സാമ്പത്തികമായ നഷ്ടങ്ങൾ മാത്രമാണ് വന്നിരുന്നതെങ്കിലും സാമ്പത്തികമായ യാതൊരു കോട്ടങ്ങളുമില്ലാതെ ജീവിതത്തെ സുരക്ഷിതമാക്കുവാൻ അമ്മ സഹായിച്ചു. രണ്ടാമത്തത് മകൾ സൂചിപ്പിച്ചത് 12 വർഷങ്ങൾക്ക് ശേഷം ലഭിച്ചൊരു കുഞ്ഞിനെക്കുറിച്ചാണ്. ആദ്യത്തെ കുഞ്ഞുണ്ടായതിനു ശേഷം അടുത്തൊരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിരുന്നുവെങ്കിലും മകൾ സൂചിപ്പിച്ചതുപോലെ 4 തവണ അബോട്ടായിപ്പോയി. സാധാരണഗതിയിൽ അടുത്തൊരു കുഞ്ഞിന് വേണ്ടി ദമ്പതികൾ പിന്നെ പരിശ്രമിക്കാറില്ല. കാരണം ജനറ്റിക്കൽ ഡിസോർഡർ കാണുമെന്ന് സ്വാഭാവികമായും ഡോക്ടർമാർ വിധിയെഴുതുന്നതാണ്. സഹോദരി പറയുന്നുണ്ടെങ്കിലും അമ്മയുടെ കരങ്ങളിൽ ഞാനിവിടെ ആദ്യം എഴുതി വെച്ച നിയോഗം എനിക്ക് ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ വേണം എന്നതായിരുന്നു.
പ്രിയമുള്ളവരെ, അമ്മയുടെ കരങ്ങളിലേക്ക് ഒരു നിയോഗം എഴുതുമ്പോൾ എപ്പോഴും നമ്മോട് പറയും അത് അസാധ്യമെന്ന് കരുതുന്നത് എഴുതി വയ്ക്കണം. നിങ്ങളുടെ കഴിവിൽ നിൽക്കാത്തത്, കയ്യിൽ ഒതുങ്ങാത്തത്, അത് കൃത്യമായി നിങ്ങൾ നിയോഗം എഴുതി വയ്ക്കണം. കാരണം ദൈവനാമം മഹത്വപ്പെടുത്തുകയാണ് ഓരോ ദൈവ പ്രവൃത്തിയുടെയും ലക്ഷ്യമെന്ന് പറയുന്നത്. ദൈവശക്തി നമുക്ക് ലഭിച്ചിട്ടുണ്ടോ, ദൈവാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടിട്ടുണ്ടോ, അത് ദൈവത്തിന് തന്നെ പൂർണ്ണമായും നന്ദി പറയുവാൻ പറ്റും വിധം നമുക്ക് ആ അനുഗ്രഹം മറ്റൊരു തരത്തിലും ലഭിച്ചതല്ലെന്ന് പറയുവാൻ പറ്റും വിധം നിയോഗം എഴുതണമെന്ന് ജോസഫ് അച്ഛൻ എപ്പോഴും നമ്മളെ ഓർമ്മിപ്പിക്കാറുണ്ട്. മകൾ പറയുന്നുണ്ട്, ഞാനത് നിയോഗം എഴുതി സമർപ്പിച്ചൊരു പ്രാർത്ഥനയാണ്. ഏറെ ചികിത്സ ചെയ്തിരുന്നു അതിക്ക് മുമ്പ്. അത് ലക്ഷക്കണക്കിന് രൂപ എനിക്ക് നഷ്ടമായിരുന്നു. പക്ഷേ ഒരിക്കൽ പോലും എനിക്കത് പ്രയോജനം ചെയ്തിട്ടുമില്ല. അതുകൊണ്ട് അമ്മയുടെ കരങ്ങളിൽ ഈ നിയോഗം ഏൽപ്പിച്ച് പ്രായമൽപ്പം കൂടി വരുന്നുവെങ്കിലും ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ അമ്മ നൽകണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാണ് ഏൽപ്പിച്ചു കൊടുത്തത്. മകൾ പറയുന്നുണ്ട്, ഇവിടെ എൻ്റെ അമ്മ നാട്ടിലുള്ളത് കൊണ്ട് അമ്മയെക്കൊണ്ട് കൂടി ഞാൻ ഉടമ്പടി എടുപ്പിച്ചു. അമ്മയും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. ഞാൻ ഉടമ്പടി തൈലം എൻ്റെ ഉദരത്തിൽ കുരിശടയാളം വരച്ച് നിരന്തരം അമ്മയുടെ സംരക്ഷണയിൽ സമർപ്പിച്ചു കൊണ്ടിരുന്നു. അത് ഇവിടെ അമ്മ രണ്ടാമത് ഉടമ്പടി പുതുക്കുവാൻ വരുന്ന ദിവസം തന്നെ ഞാൻ എൻ്റെ ഉദരത്തിൽ ഒരു കുഞ്ഞിനെ പേറുന്നുവെന്ന സന്തോഷമുള്ള വാർത്ത അറിഞ്ഞുവെന്ന മകൾ പറയുന്നുണ്ട്. മുന്നോട്ട് പോകുമ്പോഴും എൻ്റെ പ്രഗ്നൻസി സ്മൂത്തായിരുന്നില്ല, അത് വളരെ വേഗത്തിലുള്ളതായിരുന്നില്ല. അതിൽ ക്രൈസിസുകൾ, എൻ്റെ നിലപാടുകൾ അതിനകത്ത് ധാരാളം ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് 3-ാം മാസത്തെ ആ ടെസ്റ്റ് കഴിയുമ്പോൾ കുഞ്ഞിന് ഡൗൺ സിൻഡ്രോം ഉണ്ട്, അതുകൊണ്ട് ടെർമിനേഷനെ കുറിച്ച് ആലോചിക്കുവാൻ ആശുപത്രിക്കാർ പറയുന്നത്. അത് ഉടമ്പടി ജീവിതത്തിൽ എപ്പോഴും സംഭവിക്കും. നമ്മൾ ഉടമ്പടിയിലാണോ, ഒരു നിയോഗം സമർപ്പിച്ചിട്ടുണ്ടോ, അതൊരു അനുഗ്രഹത്തിലേക്ക് എത്തുമ്പോൾ നമ്മുടെ വിശ്വാസം എത്ര കണ്ടുണ്ട്, ദൈവത്തിൽ എത്ര കണ്ട് ശരണപ്പെടുന്നുണ്ട്. നീ താൽക്കാലിക നേട്ടത്തിനോ ഒരു താൽക്കാലിക കാര്യത്തിനോ വേണ്ടി മാത്രം ദൈവത്തിൻ്റെ അരികിൽ നിൽക്കുകയാണോ? ഈ ഒരു പരിശോധന, സ്കാനിങ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. അവിടെയാണ് ശരിക്കും ഈ മകളുടെ ജീവിതം എത്ര കണ്ട് ക്വാളിറ്റി ഉള്ളതായി മാറി എന്ന് പറയുന്നത്. അവൾ പറഞ്ഞു, ഈ കുഞ്ഞ് എന്തു തന്നെയാണെങ്കിലും ഏത് തരത്തിൽ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ലഭിച്ചാലും അമ്മ മാതാവ് ഉരുവാക്കി ഉദരത്തിൽ നൽകിയത് കൊണ്ട് ഞങ്ങളിതിനെ ഒരു കാരണവശാലും ടെർമിനേഷന് വേണ്ടി തീരുമാനിക്കില്ല, അതിന് തയ്യാറല്ല, വളർത്തുവാൻ തന്നെ തീരുമാനിക്കുന്നുവെന്ന്. അതൊരു നിലപാടാണ്. ദൈവം എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ശക്തി ഇടപെടുന്നത് കൊണ്ട് ദൈവത്തിന് ചേർന്നത് മാത്രമേ ഞാൻ തീരുമാനങ്ങളായി ജീവിതത്തിൽ എടുക്കുകയുള്ളൂ. ലോകത്തിൻ്റെ തീരുമാനമല്ല, അത് വൈദ്യശാസ്ത്രത്തിൻ്റെ തീരുമാനമല്ല, മരുന്നിൻ്റെ തീരുമാനമല്ല. എന്നെ നിത്യം പരിപാലിക്കുന്ന ഇവരെയെല്ലാം നിയന്ത്രിക്കുകയും ഇവരെയും എല്ലാം കഴിവുള്ള എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിൽ മാത്രമേ എൻ്റെ തീരുമാനങ്ങൾ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുകയുള്ളൂ. അതാണ് മകളെടുത്ത ആദ്യത്തെ നല്ല കാര്യം. രണ്ടാമത്തത് അവൾ ആലോചിച്ചതാണ്, വിശേഷബുദ്ധിയായി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അധികമായി എനിക്കെങ്ങനെ ഈ ക്ലേശകാലത്ത് എനിക്കെങ്ങനെ എൻ്റെ വിശ്വാസം ഉറപ്പിച്ചു നിർത്തുവാനും ജീവിക്കുവാനും പറ്റും. മകൾ അതാണ് പറഞ്ഞത്, ഞാൻ ബൈബിൾ വായിക്കുക മാത്രമല്ല, പുതിയ നിയമം ഞാൻ ആയാസമുള്ളൊരു കാലത്ത് ഞാൻ എഴുതി തുടങ്ങി. എൻ്റെ ആ പ്രഗ്നൻസി പീരീഡിൽ പുതിയ നിയമം മുഴുവനും എഴുതുന്നതിന് ഞാൻ തീരുമാനമെടുത്തു. ബൈബിൾ വായിച്ചു കൊണ്ടിരുന്നു പ്രാർത്ഥനാപൂർവം. അതോടൊപ്പം അതൊരു വിശേഷബുദ്ധിയായി വിശുദ്ധ ഗ്രന്ഥം എഴുതുവാൻ തീരുമാനമെടുത്ത് ഞാൻ എഴുതുകയും ചെയ്തു. കാരണം എനിക്ക് കൃപാസനത്തിലെ അമ്മ മാതാവും എൻ്റെ ഈശോയുമായിരുന്നു ഉദരത്തിലുള്ള ഈ കുഞ്ഞിന് കാരണമെന്നും അതുകൊണ്ട് അവർ നൽകിയ കുഞ്ഞ് ആരോഗ്യത്തോടെ കരങ്ങളിൽ ലഭിക്കുമെന്നും ഉറപ്പായിരുന്നു. അത് ഓരോ തവണയും ഡോക്ടർമാർ എന്തൊക്കെ പ്രയാസങ്ങൾ പറഞ്ഞാലും ഒരിക്കൽ പോലും അത് ചെവികൊള്ളാതെ അത് അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് തീവ്രമായി പ്രാർത്ഥിക്കുകയും പൂർണ്ണമായി ശരണപ്പെടുകയും ചെയ്തു. പ്രിയമുള്ളവരെ, അത് ഉടമ്പടി ജീവിതത്തിൽ നമ്മളിൽ നിന്നും ആവശ്യപ്പെടുന്ന വലിയൊരു കാര്യമാണ്. ദൈവശക്തിയാണോ ജീവിതത്തിൽ അനുഗ്രഹമായി തീരേണ്ടത്, ആദ്യ അവസാനം ആ ദൈവശക്തിയിൽ ശരണപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ തീരുമാനമുണ്ടാവണം. നമുക്കത് അനുഗ്രഹത്തിന് കാരണമാവും. കുടുംബം ഇന്ന് ഓമനത്വമുള്ള, സന്തോഷമുള്ള, ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ കരങ്ങളിൽ ഏന്തിക്കൊണ്ട് പറയുന്നുണ്ട്, ഇത് ഡോക്ടർമാരുടെ വാക്ക് കേട്ടിരുന്നെങ്കിൽ ഇതെന്നെ കുഞ്ഞ് മരിച്ചുപോയാനേ, കൊന്നു തള്ളിയാനേ. എൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ജീവിതം കൊടുത്ത് ഈ കുഞ്ഞിന് വേണ്ടി ഞാൻ അമ്മയുടെ അരികിൽ, എൻ്റെ കർത്താവിൻ്റെ അരികിൽ പ്രാർത്ഥിച്ചതുകൊണ്ട് ജീവനോടെ ആരോഗ്യത്തോടെ ഈ കുഞ്ഞ് എൻ്റെ കരങ്ങളിൽ നിന്നുണ്ടെന്ന. പ്രിയമുള്ളവരെ, ഉടമ്പടി എപ്പോഴും അങ്ങനെയാണ്. നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ തയ്യാറാണോ? നമ്മൾ അമ്മയിൽ ശരണപ്പെടുന്നത് പൂർണ്ണമായി ശരണപ്പെടുവാൻ തയ്യാറാണോ? നമ്മുടെ ജീവിതത്തിൻ്റെ ഏതു വലിയ പ്രതിസന്ധിയെയും,
ഏത് തകർക്കുന്ന തളർത്തുന്ന ജീവിത വിഷയത്തെയും അമ്മ മാറ്റിത്തന്നുകൊണ്ട് കൂടുതൽ കൃപയുള്ള ജീവിതം, സന്തോഷമുള്ള ജീവിതം, മേൽഗതിയുള്ള ജീവിതം നമുക്ക് അനുവദിച്ചു തരും. അതിന് സാക്ഷ്യമാണ് ഈ കുടുംബം ഈ എൽത്താരയിൽ പങ്കുവെച്ചത്. ഈ കുടുംബത്തിന് ലഭിച്ച ഈ 2 വലിയ അനുഗ്രഹങ്ങൾക്കും നല്ല ഒരു ഉടമ്പടി ജീവിതം, അമ്മയിൽ ആശ്രയിച്ചുള്ളൊരു ജീവിതം നിലനിർത്തി മുന്നോട്ട് പോകുവാൻ നൽകിയ കൃപയ്ക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.